ഹായ് സുഹൃത്തുക്കളെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഈ രണ്ട് ചീനിയുടെ കമ്പ്, രണ്ട് കപ്പത്തണ്ട്. ഈ രണ്ട് കപ്പത്തണ്ട് ദാണ്ട് ഈ കിളച്ചിട്ടിരിക്കുന്ന ഇത്രയും സ്ഥലത്ത് ചെറിയ ഈ ഒരു പണയിൽ ഈ രണ്ട് കപ്പത്തണ്ട് നടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ നട്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ, ഒരു ചെറിയ കുടുംബത്തിലേക്ക് ആവശ്യമായ, ഒരു വർഷത്തേക്ക് ഒരു ചെറിയ കുടുംബത്തിലേക്ക് ആവശ്യമായ കപ്പ എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം, അവ ഒരു വർഷം വരെ എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് നമ്മൾ വീഡിയോ കാണുന്നത്. ഒപ്പം ഈ ഇരിക്കുന്ന ഇഞ്ചിയാണ്, ഇഞ്ചി നാടൻ ഇഞ്ചിയാണ്, അത് നാടൻ മഞ്ഞളാണ്. അപ്പം ഈ കപ്പത്തണ്ടിനോടൊപ്പം നാടൻ ഇഞ്ചിയും നാടൻ മഞ്ഞളും കൃഷി ചെയ്ത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സംരക്ഷിക്കാനും എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത്. കൃഷിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പച്ചമരുന്നുകളെ സംബന്ധിച്ചും ഉള്ള വിവരങ്ങളും രീതികളും ഒക്കെയാണ്, സംരക്ഷണങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഭ്യുതകാംക്ഷികൾക്കും സുഹൃത്തുക്കൾക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകൾക്കുള്ള ചില മറുപടികൾ കൂടി ഈ പ്രാവശ്യം നമ്മൾ ഇതിനോടൊപ്പം ഇടുന്നതാണ്. അപ്പം നമുക്ക് കൃഷിയുടെ രീതികൾ ആരംഭിക്കാം. ഈ ഇളവിൽ കിടക്കുന്ന മണ്ണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുമ്മായം വിതറിയതിനു ശേഷം വലിയ ഒരു കുന്താലി കൊണ്ട് ആഴത്തിൽ കിളച്ചതാണ്. ആഴത്തിൽ കിളച്ച ഈ മണ്ണിലേക്ക് നമ്മൾ കമ്പോസ്റ്റ് വളം വിതറി കൊടുക്കുകയാണ്. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് എല്ലുപൊടി വിതറി കൊടുക്കുകയാണ്. അടുത്തായിട്ട് വേപ്പിൻ പിണ്ണാക്ക് വിതറി കൊടുക്കുകയാണ്. ഈ വിതറി കൊടുത്ത ഈ പണ ഒന്നുകൂടി കിളച്ച് റെഡിയാക്കേണ്ടിയിരിക്കുന്നു. കപ്പക്കമ്പ് നടാനുള്ള പണ ശരിയാക്കിയിട്ടുണ്ട്. ഈ ഒരു പണയിലാണ് നമ്മൾ കപ്പക്കമ്പ് നടുന്നത്. പണ ശരിയായി. അപ്പോൾ കപ്പക്കമ്പ് നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ മഞ്ഞൾ നമ്മൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ, കപ്പ, ഇഞ്ചി ഇവ മൂന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പം ഇനി ഈ മഞ്ഞൾ നടുന്നതിനുള്ള തടമാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചീനിക്കമ്പ് നടാനുള്ള പണ ശരിയാക്കി. ഒപ്പം മഞ്ഞൾ നടാനുള്ള തടവും വെട്ടി മഞ്ഞൾ നടാനുള്ള രീതിയിൽ പറക്കിയും വെച്ചു. ഇനി നമുക്ക് ആ ഇഞ്ചിയും കൂടെ നടണം. അതിന് ഈ ഭാഗത്താണ് ഇഞ്ചിയുടെ തടം വെട്ടേണ്ടത്. കാരണം ഇവിടെ രണ്ട് വാഴ നിൽപ്പുണ്ട്. ഈ ഭാഗത്ത് ഇഞ്ചി നടുകയാണെങ്കിൽ
വാഴയുടെ കൊലയ്ക്ക് വലിപ്പം കുറയും, തൂക്കം കുറയും. കാരണം ഇഞ്ചി ആഴത്തിൽ വളം വലിച്ചെടുക്കുന്ന ഒരു സുഗതവചനമാണ്. അതുകൊണ്ടാണ് ഇഞ്ചി ഇവിടെ ആക്കിയിട്ട് മഞ്ഞൾ ഇവിടെ ആക്കിയത്. എന്തിനാണ് ഇങ്ങനെ നടന്നതെന്ന് നമുക്ക് പിന്നീട് പറയാം. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞളും ഇഞ്ചിയും ലഭിക്കുന്നതിന് മാത്രമല്ല മറ്റ് 1-2 ഗുണം കൂടെ ചീനിക്കുണ്ട്. അത് കാരണങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഇഞ്ചിക്ക് തളം വെട്ടാൻ പോവുകയാണ്. കമ്പുകൾ നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ പണയ്ക്ക് ചുറ്റും ഇഞ്ചിയും മഞ്ഞളും തടം വെട്ടി വെച്ചു. നമുക്ക് ആ ഇഞ്ചിയും മഞ്ഞളും ഒന്ന് നട്ടതിന് ശേഷം ചീനിക്കമ്പ് നടുന്നതാണ് ഉചിതം. ചീനിക്കമ്പ് നടാൻ വേണ്ടി പണ എടുത്തു. ആ പണയ്ക്ക് ചുറ്റും നമ്മൾ ഇഞ്ചിയും മഞ്ഞളും നട്ടു. ഇഞ്ചിയും മഞ്ഞളും നടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എലിയുടെയും ഒരു പരിധി വരെ പന്നിയുടെയും ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ്. കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് എലി കൊണ്ടുവന്നും പന്നി കൊണ്ടുവന്നും. ഇത് നമുക്ക് ചെയ്യാവുന്ന ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചില കെണികളൊക്കെ വെക്കാവുന്നേ ഉള്ളൂ. ഇതിനെയൊന്നും കൊല്ലുന്നത് കുറ്റകരവുമാണ്, ശിക്ഷാർഹവുമാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളാണ് അതിന് നടപടി എടുക്കേണ്ടത്. കൂട്ടത്തിൽ പറയാനുള്ളത്, ഇത്തരത്തിലുള്ള കൃഷിരീതികളൊക്കെ എൻ്റെ അറിവിലും ഞാൻ പരീക്ഷിച്ച് നോക്കി വിജയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ ഇതിനേക്കാളിൽ വലുതായിട്ട് കൂടുതലായിട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ സ്ഥലത്ത് കുറച്ച് മുതൽ മുടക്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റുന്നത് ഒരാളുടെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് ഇഷ്ടമാകുന്നവർ, അത് ആഗ്രഹിക്കുന്നവർ, അത്തരത്തിലുള്ള അറിവ് ശേഖരിക്കുന്നവരാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്. പിന്നെ ചില ചങ്ങാതിമാരൊക്കെ വന്ന് സന്തോഷകരമായ ചില കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്, നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്ന് ചങ്ങാതി, നിർത്തണോ വേണ്ടായോ തീരുമാനിക്കുന്നത് ഞാനല്ലയോ. എൻ്റെ അധ്വാനവും എൻ്റെ ഭൂമിയും എൻ്റെ യൂട്യൂബ് ചാനലും ഇത് ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി സുഹൃത്തുക്കൾ എനിക്ക് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അവരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അത് താല്പര്യം ഉണ്ടെങ്കിൽ, അത് ഇഷ്ടമാണെങ്കിൽ, ഇത്തരത്തിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം കണ്ടേ പോരെ, ഇല്ലേ പിന്നെ കാണേണ്ട കാര്യമുണ്ടോ? അവിടെ നമ്മൾക്ക് നന്മയെ കണ്ടെത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. പിന്നെ ചങ്ങാതിമാരെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരാളിനോടോ ഒരു പ്രസ്ഥാനത്തിനോടോ ഒരു സംഘടനയോടോ ഒക്കെ നമുക്ക് പകയോ വിദ്വേഷമോ വെറുപ്പോ ഒക്കെ തോന്നുന്നേ നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന ആ വികാരം ഒരു വിഷമായിട്ട് രൂപം കൊള്ളും. അങ്ങനെ രൂപം കൊണ്ട് നമുക്ക് തന്നെ അത് പാരയാവും. നമ്മൾ തന്നെ രോഗങ്ങൾ ബാധിച്ച് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ, നിങ്ങൾ ഒരിക്കലും അത്തരത്തിൽ പകയും വിദ്വേഷവും ഒക്കെ വെച്ച് പുറത്തിക്കൊണ്ട് നിർത്തിക്കൂടെന്നോ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടേന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ആ പാര തിരിച്ചു വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നന്മയെ കണ്ടെത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. അധ്വാനമാണ് ആരാധന എന്ന ആശയത്തിൽ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതോ ഒരു സുഹൃത്ത് ചോദിച്ചതിലൂടെ തന്നെ വളരെയധികം ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ടാണ് ഇത്രയും ഒക്കെ സംവിധാനം ഉണ്ടാക്കുന്നത്. കാരണം ഇത് 2 ദിവസത്തെ ജോലിയാണ്. കാരണം ഇതുകൊണ്ട് മാത്രമല്ല നമ്മൾ മുന്നോട്ട് പോകുന്ന വേറെ പല കാര്യങ്ങളുമുണ്ട്. ഒരു ദിവസം ആഴത്തിൽ ഇത്രയും സ്ഥലം കിളച്ചു, കുമ്മായം മുതൽ കിളച്ചു. അതിനുശേഷം വീണ്ടും വളങ്ങൾ സംഘടിപ്പിച്ചു. ആ വളമിട്ടതിന് ശേഷം വീണ്ടും കിളച്ചു. അതുപോലെ തന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് പാകി നിർത്തിയിരുന്ന ആണ് ഈ ഇഞ്ചിയും ഈ കുരുമുളകും. അത് കൊണ്ടുവന്ന് ഇവിടെ നട്ടു. ഇനിയും ഇത് ഇവിടെ നടും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ അഭ്യുതാകാംക്ഷികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് കാണുകയും അതൊന്ന് മനസ്സിലാക്കുകയും ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അറിവൊന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്ന എളിയ ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നിങ്ങൾ തരുന്ന സല്ലുപദേശങ്ങൾ ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു വിടുവാണ്. അതുപോലെ ഒരു ബഹുമാന്യ പ്രേക്ഷകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്.
ഈ കപ്പ നട്ടിട്ട് 3 വളം ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഒരു വളത്തിൻ്റെ കാര്യം മാത്രമേ കാണിക്കുന്നുള്ളൂ, മറ്റ് 2 വളങ്ങളെ കാണിക്കുമെന്ന് ആ ചങ്ങാതിയോട് വളരെ വിനയപുരസ്സരം പറയട്ടെ. ഈ കപ്പത്തണ്ട് നടുക മാത്രമല്ല, ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും, ഈ 3 ഘട്ടങ്ങളിലും ഇതിന് വളം ചേർക്കേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ ഇട എങ്ങനെ വൃത്തിയാക്കണമെന്നും ഒക്കെ പറയും. അതുകൊണ്ട് ദയവായി തൽക്കാലം ക്ഷമിക്കുക. അതുപോലെ മറ്റൊരു അഭ്യുതാകാംക്ഷി ചോദിച്ച ഒരു കാര്യമുണ്ട്, ഇതിന് വെള്ളം ഒഴിക്കേണ്ടതെന്ന്. ശരിയാണ്, കപ്പയ്ക്ക് നട്ട് ഒരു 3-4-5 ദിവസം വരെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. 10 ദിവസത്തിനകത്ത് വെച്ച് മഴ പെയ്തില്ലെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ഒരു 10 ദിവസത്തിനകത്ത് വെച്ച് മഴ പെയ്തിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കപ്പ ഇത് ഉണക്കിനെ അതിജീവിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നടാൻ തിരഞ്ഞെടുക്കുന്ന കമ്പുകൾ എപ്പോഴും രോഗകീടബാധകളില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം പലരും ഈ ചീനിക്കമ്പയിലൊക്കെ രാസവസ്തുക്കൾ അടിക്കുന്നുണ്ട്, ഇത് കീടബാധ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് രോഗകീടബാധയില്ലാത്ത കമ്പ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിന് നമ്മുടെ തന്നെ തോട്ടത്തിൽ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കപ്പത്തണ്ട് നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക. അപ്പം നടാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന കമ്പ് മിനിമം 1 മാസമെങ്കിലും വെയിൽ കൊള്ളാത്ത രീതിയിൽ, വെയിലും മഴയും കൊള്ളാത്ത രീതിയിൽ എവിടെയെങ്കിലും മാറ്റി വെക്കണം. അങ്ങനെ അതിൻ്റെ മുകളങ്ങൾ സുഷുപ്തിയിലാണ്ടിരിക്കണം. 1 മാസത്തോളം അതിന് കിളിച്ചു വരാനുള്ള മുകളങ്ങൾ സുഷുപ്തിയിലാണ്ടിരിക്കണം. അതിന് ശേഷം മാത്രമേ നടാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കാവൂ. കപ്പത്തണ്ടെന്നല്ല, ഏതൊരു സസ്യമായാലും നല്ല ഉൽപ്പാദനമുള്ള മാതൃസസ്യത്തിൻ്റെ തണ്ട് മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. അങ്ങനെയാണെങ്കിലേ നമ്മൾ ഇതിന് ഉദ്ദേശിച്ച ഫലം കിട്ടത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, കൃഷി എന്ന് പറയുമ്പോൾ ലാഭം ഉണ്ടാക്കുക എന്ന മാത്രം തത്വത്തിനനുസൃതമല്ല. ലാഭം ഉണ്ടാക്കാൻ കഴിയും ഇല്ലെന്ന് പറയുന്നില്ല. പകരം കൃഷി ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് വ്യായാമത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ മണ്ണുമായിട്ട് നല്ല ഒരു ബന്ധം വരുന്നു. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന ആ കാർഷിക വിളകൾ അത് പുഷ്പിച്ചും കായ്ച്ചും വിളഞ്ഞും കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായ ഒരു സംതൃപ്തി, ഇതെല്ലാം വില കൊടുത്താൽ കിട്ടാത്ത ഒരു അപൂർവങ്ങളാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു കർഷകൻ ചെയ്യുന്നത്. പിന്നെ കർഷകൻ എന്ന് പറയുമ്പോൾ അന്നദാതാവാണ്. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ കാർഷിക വിളകൾ അദ്ദേഹം മാത്രമല്ല, ഒട്ടനവധി സഹജീവികൾക്ക് അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്കൊക്കെ ഭക്ഷണമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചീനിക്കമ്പ് എങ്ങനെയാണ് നടന്നതെന്നൂടെ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഒരിക്കലും നടാനുള്ള കപ്പത്തണ്ടുകൾ കൊടുവാൾ അഥവാ കത്താൾ കൊണ്ട് മുറിക്കരുത്. ഒരു കാരണവശാലും കത്താൾ കൊണ്ട് മുറിക്കരുത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ആക്സിൽ ബ്ലേഡ് സംഘടിപ്പിച്ചതിന് ശേഷം ഈ കണ്ണിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ മുറിച്ച് മാറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കട്ട് ചെയ്ത് മുറിച്ച് മാറ്റുക. നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ ചീനിക്കമ്പ് നടാനുള്ള കുഴി പാത്തി ശരിയാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന കമ്പ് നോക്കുക. ഈ ബ്ലേഡ് ഉപയോഗിച്ച് ഇവിടെ മുറിച്ച് കളഞ്ഞു, ഇവിടെ മുറിച്ച് കഴിഞ്ഞു. അതിനുശേഷം മൂർച്ചയുള്ള ഈ കത്തി കൊണ്ട് ഇവിടെ ഇങ്ങനെ തൊലി എടുത്ത് കളഞ്ഞു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കമ്പിൽ ഈ ഭാഗത്തുനിന്ന് വേരുണ്ടാവും, ഇവിടെ നിന്നെല്ലാം വേരുകളുണ്ടാവും. ആ വേരുകളെല്ലാം തന്നെ ചീനക്കിഴങ്ങായിട്ട് രൂപപ്പെടും. അതാണ് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുക.
നമ്മുടെ വീഡിയോ അതിലെ ചീനി നട്ടു. ചീനിക്ക് ചുറ്റും മഞ്ഞളും ഒപ്പം ഇഞ്ചിയും നട്ട് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ജോലി എന്ന് വെച്ചാൽ കരിയില വാരി ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും ചുവട്ടിലിടുക. അതുപോലെ തന്നെ കോഴിയോ മറ്റോ ഒന്നും ചതഞ്ഞ് കളയാതെ അതിന് എന്തെങ്കിലും തടി ഉള്ള സംവിധാനം ഒരുക്കുക. ഇത്രയാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഇത് അടുത്ത വളപ്രയോഗവും അതുപോലെ 3 വളവുമാണ്. ആ 2 വളപ്രയോഗങ്ങളും ഇതിൻ്റെ വിളവെടുപ്പും തുടർച്ചയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കാണിക്കുന്നതാണ്. ഇത് നമ്മൾ തന്നെ നടയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അല്ല ഒന്ന് നട്ടിട്ട് വേറൊന്നിൻ്റെ വിളവെടുപ്പ് നമ്മൾ കാണിക്കത്തില്ല. ഈ യൂട്യൂബ് ചാനലിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടതിന് ശേഷം എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, വേണ്ടത്ര അംഗീകാരവും ആദരവും ഒക്കെ തരുന്ന, വേണ്ടത്ര സബ്സ്ക്രിപ്ഷൻ ഒപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട സ്നേഹിതർക്കും അഭീതാകാംക്ഷികൾക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.